അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ചിക്കൻ കറിയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാലയൊന്നും ഇടുന്നില്ല. ചിക്കൻ മസാല ഇല്ലാതെ, അതായത് തുടക്കക്കാർക്കും അതായത് നമുക്ക് അറിയാവുന്നവർക്കും ആണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചട്ടി, നമ്മുടെ മീൻചട്ടിയല്ല മൺചട്ടി, മീനും ഒക്കെ എല്ലാം വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനകത്താണ് നമ്മൾ സംഭവം റെഡിയാക്കുന്നത്. അപ്പോൾ അതിനകത്ത് എണ്ണയെല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ആവശ്യത്തിനും കൂടെയുള്ള എണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പൊടിക്കാത്ത മസാലകൾ ചേർക്കുന്നുണ്ട്. നമ്മുടെ പെരുംജീരകം, പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, പട്ട, പിന്നെ ഒരു 3-4 കുരുമുളകും, പിന്നെ നമ്മുടെ ഇല, ബേ ലീഫ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ആദ്യം തന്നെ ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് വെളിച്ചെണ്ണക്കകത്തോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ. ഇപ്പൊ നമ്മൾ കുക്കിംഗ് ഓയിൽ എടുത്തിരിക്കുന്നത്. കുക്കിംഗ് ഓയിലാണെങ്കിലും ചെയ്താലും നമുക്കിത് കുഴപ്പമില്ലാതെ കിട്ടും. കുറച്ചുകൂടെ നാളെ ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയുണ്ട്, കൊത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സവോളയുണ്ട്, പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, തക്കാളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചെറിയ ഉള്ളിയും കൂടെ ഉണ്ട്. അത് ഇതിന്റെ ഇടയിൽ പാത്തിരിക്കുക. ചെറിയ ഉള്ളിയും കൂടെ ഉണ്ട്. തേങ്ങ ഇടാവേ. കൂട്ടത്തിലെ മൂപ്പ് കൂടുതലുള്ളത് തേങ്ങയ്ക്കാണ്. നമുക്ക് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ തീ ഇച്ചിരി കുറച്ച് അപ്പോൾ ഒരു മീഡിയം തീയിൽ ചെയ്താൽ മതി. നമ്മളെ ഒരുപാട് തീയായി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിച്ചു പോകും. കാര്യം വെച്ചാൽ നമ്മൾ ആദ്യം ഇട്ട ആ പെരുജീരകവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് പെട്ടെന്ന് കരിഞ്ഞു. പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ കറിക്കൊക്കെ ഒത്തിരി നേരം ഇട്ട് വഴറ്റിയല്ലേ നമ്മൾ ഉണ്ടാക്കുക. അതങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ താമസം വരുന്നത്. ഇത് നമ്മൾ അത്ര നേരമൊന്നും വഴറ്റുന്നില്ല. കാരണം നമുക്ക് വളരെ വേഗം നമ്മുടെ ചിക്കൻ കറി റെഡിയായി കിട്ടണം. അപ്പോൾ ഇത് ഒരു ഓർഡറിൽ അങ്ങ് വിട്ടേച്ചാൽ മാത്രം മതി. നമ്മൾ കൂടുതൽ നേരം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് മറ്റേ കുക്കറോ എളുപ്പം ചെയ്യാൻ പറ്റും. ഏത് പാത്രത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കുക്കർ എടുത്തില്ലെന്നേ ഉള്ളൂ. ഇത് കുക്കറിൽ വേണമെങ്കിലും വളരെ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് ഏകദേശം ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നമ്മൾ അരിഞ്ഞെടുത്തത്. നമ്മളിപ്പം ഒരു 1 കിലോ ആണ് ചിക്കൻ മേടിച്ചത്. 1.25 കിലോ ചിക്കനാണ്. അപ്പൊ ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കിനും അത് ഏകദേശം ഒരു 900 ഗ്രാം. 1 കിലോ ഇല്ല, 1 കിലോ തികയത്തില്ല. അത്ര ഒരു ഇതിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏകദേശം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഇത് മതി. ഇനി നമുക്ക് നമ്മുടെ ഉള്ളികൾ ഇട്ട് കൊടുക്കാം. അതായത് ചെറിയ ഉള്ളിയുണ്ട്. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും സംഭവം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകുമൊന്നും വേണ്ട. ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിക്കനും എല്ലാം കൂടെ കളന്നിട്ട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തക്കാളിയൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മളുടെ എളുപ്പപ്പണിയല്ലേ. അപ്പൊ അത് കാരണമാണ് നമ്മൾ ഒറ്റ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്, സവോള ഇട്ടിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തിൽ തന്നെ തക്കാളിയും കൂടി ഇടുക. എല്ലാം കൂടെ ഇടുക. ഇനി അതെല്ലാം കുടഞ്ഞിട്ടേരെ നമുക്ക് സ്വല്പം ഉപ്പോടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സവോളയും ഉള്ളിയൊക്കെ ഒന്ന് നമ്മളൊരു ഇതൊന്ന് വഴന്ന് കിട്ടാനും വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഉപ്പ് ചേർക്കാനുള്ളൂ. ഇനി ഉപ്പ് നമുക്ക് പിന്നെ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പിന്നെ ചേർക്കാം. അപ്പൊ നമുക്കിപ്പോ തൽക്കാലത്തേക്ക് ഇതൊന്ന് കൂട്ടി എല്ലാം ഇളക്കിയെടുക്കാം. ഇനി വേണം നമുക്കുണ്ടല്ലോ തീ ഒരു ലോ ടു ഹൈ ഫ്ലെയിമിലേക്ക് മീഡിയം ലെവലിലേക്കാണ്. ഒരു മീഡിയം ലെവലിൽ മേളിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സംഭവം ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഇളക്കാം. അപ്പൊ ഞാൻ ആ സമയത്ത് നമ്മുടെ ഇടാനുള്ള പൊടികളൊക്കെ അപ്പൊ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റോളം
ഇത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ഒന്നും ആയിട്ടില്ല. ഇല്ല, ആ ഒരു ലെവലിലാവണ്ട. അപ്പൊ ഇനി എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള പൊടികളെല്ലാം ഇടാവേ. നമ്മൾ ആദ്യം നമ്മുടെ മഞ്ഞപ്പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ടത്. ഇനി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇനി നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മൾ ഇച്ചിരി കൂടുതലിടണം, ക്വാണ്ടിറ്റി കൂടുതലിടണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വേണ്ടി വരും. നമ്മളല്ലാത്ത മുളക് പൊടി ഇടുന്നെങ്കിൽ, എരിയുള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ കുറച്ച് ചേർക്കാവേ. നമ്മൾ ആദ്യമേ മുഴുവനായിട്ടുള്ള മസാലകൾ ചേർത്തിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതെ. അപ്പോൾ എന്നിട്ട് നല്ലതായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം ഒന്ന് മാറണം. അതിനൊരു 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പൊടികളുടെ പച്ചമണം എല്ലാം മാറും. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ എളുപ്പ പരിപാടിയാണിത്. ചിക്കൻ ക്ലീൻ ചെയ്യാനും അരിഞ്ഞെടുക്കാനും ഒക്കെ താമസം വരും. പക്ഷെ കറി നമ്മൾ റെഡിയാക്കാനായിട്ട് ആദ്യം താമസം വരും. പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് മാക്സിമം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് വരും. അതെ, അത്യാവശ്യം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ഇതിന് മാത്രമല്ല, ഉള്ളി വഴലാന് മാത്രമുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇത് പാകം നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ഒരു ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതെ, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഏകദേശം ഒരു 900 ഗ്രാം അത്രയാണ് കാര്യം. ഒരു 1.25 കിലോയുടെ ഒരു ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പം നമുക്ക് ഇനി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഉള്ളിക്കുള്ള ഉപ്പാണ് നമ്മൾ ആദ്യം, ഉള്ളി വഴറ്റാൻ മാത്രമുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളൂ. ചിക്കനും എല്ലാത്തിനും കൂടെ ഉള്ള ഉപ്പ് നമ്മൾ ഇപ്പൊ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. ഓൾറെഡി അത് തന്നെ, ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പം ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രമാത്രം വെള്ളം വേണോ നോക്കിയിട്ട് മാത്രം മതി. കുക്കറി വെക്കുവാണെങ്കിൽ മാത്രം നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ട്, ഇതിപ്പോ ചട്ടിയിൽ അല്ലെങ്കിൽ തുറന്നു വെച്ച് വേവിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കി നമുക്ക് ചെയ്യാം. എന്നാലും മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ചൂടായി കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉള്ള വെള്ളം അങ്ങ് വറ്റിപ്പോകും. നമുക്ക് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ മസാലയൊക്കെ ഉണ്ടല്ലോ, ഇതിലൊന്ന് യോജിപ്പിച്ച് ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒത്തിരി വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ മസാല എങ്ങും പിടിക്കത്തില്ല. അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള പീസായിട്ട് കട്ട് ചെയ്യണം. പിന്നെ കാലൊക്കെ ആവശ്യമുള്ളവർക്ക് കാല് അതുപോലെ നമ്മൾ കാലിത് അതുപോലൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ബാക്കി പീസൊക്കെ നമ്മൾ ഒരു മീഡിയം ചെറിയ പീസുകളാണ്, ഒത്തിരി നമുക്ക് ഈ മസാലയൊന്നും അതിൻ്റെ അകത്തോട്ട് കയറത്തില്ല. കാര്യം പിന്നെ ചെറിയ കോഴിയായിരിക്കും ഏറ്റവും നല്ലത്. അതെ, ചെറിയ കോഴി വാങ്ങിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ സാധ്യത ഉള്ളതെന്നല്ല, സാധ്യത അതാണ്. ഈ തന്തൂരി ചിക്കൻ ഇല്ലേ, തന്തൂരി ചിക്കനുള്ള കുഞ്ഞി കോഴികളുണ്ടല്ലോ, അതിനു വേണ്ടി മാത്രം അവർ റെഡിയാക്കി നിർത്തുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാവേ. അത് മതി. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ അടിയിലും പിടിക്കത്തില്ല, സംഭവം നന്നായിട്ട് അതിന്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പതിയെ ഇരുന്ന് വേകട്ടെ. കുക്കറിലാണെങ്കിൽ സ്പീഡിൽ വേകും. ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ, അതായത് കുക്കറിന്റെ കപ്പാസിറ്റി പിന്നെ കോഴിയുടെ ആ ഒരു മൂപ്പും അനുസരിച്ച്. നാടൻ കോഴിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് നാടനല്ലേ, നമ്മുടെ ബ്രോയിലറാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു
5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കിയിട്ട് നോക്കാം. നമുക്കപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം ഏത് രീതിയിലായിട്ടുള്ള നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചിക്കനകത്ത് നമുക്ക് അത്യാവശ്യം വെള്ളം ഇറങ്ങി. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു, പക്ഷേ നമുക്ക് ഇനി ഇത് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. പക്ഷേ ഈ ചിക്കൻ്റെ അകത്തുനിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങും. നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ലതായിട്ട് ഇത് വേകുന്ന അത്രയും. അപ്പം നമ്മൾ വേകാനും മാത്രമുള്ള വെള്ളം ഒഴിച്ച് മാത്രമാണ് വെച്ചിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ്റെ അകത്തുനിന്നും കൂടെ വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒത്തിരി അങ്ങ് ഗ്രേവി ആയിട്ട് വേണ്ടാത്തതുകൊണ്ടല്ലോ നമ്മൾ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കാനത്. അതിന് ആ വലിയ പീസ് വെന്തോ എന്ന് നോക്കണം. മാത്രമല്ല നമ്മുടെ ഉപ്പ് കാര്യമൊക്കെ അത് നോക്കണം. ഉപ്പ് ഉണ്ട് ആവശ്യത്തിനുണ്ട്. ഉപ്പ് എരിയൊക്കെ ആവശ്യത്തിനുണ്ട്. വലിയ എരിയില്ല. വേണ്ട കാര്യം നമുക്ക് പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റും. ഒരുപാട് എരിയൊന്നും ചേർക്കണ്ട. അപ്പം ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഗ്രേവി ഉണ്ടല്ലോ അത്യാവശ്യം ഒന്ന് വറ്റി കിട്ടും. നമുക്ക് ഒത്തിരി ഗ്രേവി വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിന് വേണേലും ഉപയോഗിക്കാം. ഇതുപോലെ നമുക്ക് ഇപ്പം നമുക്ക് എന്താ പറയുക, മറ്റേ പൊറോട്ടയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഗ്രേവി കൂടുതൽ കാര്യം അതൊന്ന് റെഡിയായി ഇപ്പൊ നമ്മുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചപ്പാത്തി വെള്ളം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇതൊന്ന് തുറന്നിരുന്നിട്ട് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് സംഭവം നമ്മുടെ റെഡിയായി കിട്ടും. അപ്പൊ ഒന്ന് നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കട്ടെ. നല്ല ആവിയൊക്കെ പോകുന്നുണ്ട്. നല്ല തിളയുണ്ട്. നമ്മള് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ എന്നിട്ട് നല്ല തിള വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ചട്ടി ആയതുകൊണ്ടാണ്. മൺചട്ടി വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ടേസ്റ്റ് പറഞ്ഞിരിക്കാം. പിന്നെ വളരെ ബിസി ആണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കാം. പിന്നെ നമ്മുടെ ചീനച്ചട്ടിക്കകത്തും വെക്കാം. ചീനച്ചട്ടി നല്ല വലിയ ചീനച്ചട്ടി കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി സാധനം. ഇരുമ്പ് ചീനച്ചട്ടി ആണെങ്കിൽ നല്ലതായിട്ട് തീ നിൽക്കും. അപ്പോഴും പിന്നെ അതിനും ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ അലുമിനിയം പാത്രത്തിൽ വെക്കുന്നതിനേക്കാളും ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്നത് മൺചട്ടി വെക്കാനാണ്. കാരണം മൺചട്ടിയാണ് അതിൻ്റെ സ്വാഭാവികമായൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ അത്യാവശ്യം ഒന്ന് വറ്റിയിട്ടുണ്ട്. നമ്മൾ അധികം ഗ്രേവി വറ്റിക്കുന്നില്ല, ഒരു മിനിമം ലെവലില് നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത്ര എടുക്കുന്നത്. നമ്മൾ സ്റ്റൗ നിർത്തുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഗരം മസാല വീണ്ടും ഒന്നുകൂടെ ചേർക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്നുകൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് മുന്നോട്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികം കാര്യം ശരിയാണ്. പക്ഷെ അത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ കറിവേപ്പില കുറച്ചുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങനെ. നമ്മൾ ആദ്യം കറിവേപ്പില ചേർത്തത് കൊണ്ടാണ് നമ്മളിപ്പം മല്ലിയില ഇട്ടത്, കറിവേപ്പില ഇടാഞ്ഞത്. അപ്പൊ കറിവേപ്പിലയുടെ ടേസ്റ്റ് ആണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. കറി സെറ്റ് ആയിട്ടുണ്ട്, റെഡിയായി, അടിപൊളിയായിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നമ്മൾ വലിയ എന്താ പറയുക, ചെറിയൊരു പീസ് എടുക്കുക. ചെറിയ പീസ് കിട്ടുന്നില്ല, നമുക്ക് ഗ്രേവി ചെറിയ പീസ് തപ്പിട്ട് എല്ലാം വലിയ പീസ് കിട്ടുന്നത്. ഉപ്പൊക്കെ എരി ഓക്കെ, അത്യാവശ്യം കളറും ഒക്കെ. പിന്നെ എന്താ ഓക്കെ ഉള്ളത്, നമ്മുടെ മസാല എല്ലാം ഓക്കെ. അപ്പം പിന്നെ പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുണ്ടല്ലോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. സ്റ്റവ് ഒന്ന് സിമ്മിലോട്ടായിരിക്കും. അത് കഴിച്ചിരിക്കും. നമ്മുടെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ നമ്മുടെ പുട്ട്. ഞാനിതൊന്ന് അടച്ചു വെച്ചു, കാരണം ആ ഒരു മസാലയുടെ മണമൊന്നും വെളി പോയാൽ സേഫ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. അടച്ചു വെച്ചു കുഴപ്പമില്ല. പുട്ട്, പിന്നെ നമ്മുടെ അപ്പം, അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും പറ്റുന്ന ഒരു ഗ്രേവിയും ഒരു കൂട്ടും ഒക്കെ ഉറപ്പാണ്. അപ്പം ഇതുപോലെ എന്താ പറയുക, നമ്മുടെ ഈ ബാച്ചിലേഴ്സിനും തുടക്കക്കാരായിട്ടുള്ള, അതായത് കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് എല്ലാം ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് സംഭവം. ഈ ചിക്കനൊക്കെ നമ്മൾ കഴുകിയെടുക്കുന്നതും ഈ സാധനമൊക്കെ അരിഞ്ഞെടുക്കുന്നതും ഒരു താമസം, അത് മാത്രമേ ഉള്ളൂ. കറി വെക്കാൻ കുക്കറിലാണെങ്കിൽ ഇതിനേക്കാൾ പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ.
ഇതൊന്ന് എന്താ പറയുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിർദ്ദേശമൊക്കെ ഒന്ന് പറയുക. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഷെയർ ഇതൊക്കെ അറിയാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.